ഹലോ ഭരണിക്കാവേ. ഇത് എന്റെ കയ്യിൽ ഇരിക്കാം. ഇത് ആർക്കാ വേണ്ടത്? ഞാൻ പൊട്ടിയിടാ. മറ്റേ ഈ സായിപ്പന്മാരൊക്കെ ഒരു പരിപാടിയുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഈ പൂ പറകിലോട്ട് കൊമ്പുള്ളതറിയും. അപ്പൊ പിടിക്കുന്ന ആരുടെയാണ് അവരുടെ കല്യാണം നടക്കുന്നത്. എന്തായാലും ഇപ്പൊ ഇവിടെ ആരുടെ കല്യാണം നടത്താൻ അങ്ങനെ പോട്ട് സായിപ്പന്മാർ ഇളക്കൂല, നമ്മൾ ഇളക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇത് ഞാൻ തിരിഞ്ഞതിനിടാം. ആരാണോ പിടിക്കുന്നത് അവർക്ക് ഞാൻ 2000 രൂപ വരും. അഖിലേഷ് 2000 രൂപ എടുത്ത് വെച്ചോ, ഇല്ല പിള്ളേർ ഇടിക്കും. ഓക്കെ, 1 2 3. ഓ പൊന്നെ, ആ പൂ മരിച്ച്. ആ പൂവിന്റെ ആത്മാവിനെങ്കിലും ശാന്തി കിട്ടിയാൽ മതിയായിരുന്നു. കാരണം ആരുടെയാണ് ബൊക്കെ ഇരിക്കണത്. അപ്പൊ 8 പൂവും പറിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും ഒരാളുടെ കയ്യിൽ ബൊക്കെ കിട്ടാൻ സ്ഥിതിക്ക് ഞാനത് എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാം. കാരണം ബൊക്കെ ഒരാളുടെ കയ്യിൽ ഇടുന്നില്ല. ആരുടെയാണ്? യെസ്. അപ്പൊ ആ ചേച്ചിക്ക് 2000 രൂപ ഇപ്പൊ അഖിലേഷ് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അഖിലേഷിന്റെ ഒരു സൈഡിൽ നിന്ന് ഒരു വെള്ളം ഇടിക്കും. അതിന്റെ ബാക്കിൽ നിൽക്കുന്ന താത്ത പറയാണ് ആ ചേച്ചിക്കല്ല, അവര് പിടിച്ചു വാങ്ങിച്ച് ഈ ഇരിക്കണ കൊച്ചിന്റെ കയ്യിലാണ് എത്തിയത്. അയ്യോ അവിടെ അടിയേ. എടാ അഖിലേഷ്, അടി ഉണ്ടാക്കണ്ട, നീയാണ് മക്കളെ പിടിച്ചത്. ഓക്കെ, 2000 രൂപ പറയേണ്ടിയിരുന്നു. 1000 വെച്ച് വീതിച്ചു കൊടുക്കാവേ. ഓക്കെ, സെറ്റ്. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം ഭരണിക്കാവിൽ വന്നിട്ട്. ഓക്കെ 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 എന്റെ ടാഗ് ലൈൻ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അറിഞ്ഞുകൂടാത്ത ചേച്ചിമാരെ, അമ്മമാരെ, അമ്മൂമ്മമാരെ, അച്ഛന്മാരെ, അപ്പൂപ്പന്മാരെ, മാവന്മാരെ, ഞാൻ ഡെയർ ടു ഡ്രീം എന്ന് പറഞ്ഞൊരു ടാഗ് ലൈനിലാണ് വളർന്നു വന്നത്. സ്വപ്നം കാണാൻ ധൈര്യപ്പെടുക. അപ്പൊ ഞാൻ ഡെയർ ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡ്രീം എന്ന് പറയണേ. അതെ, നിങ്ങൾക്ക് നീങ്ങി അങ്ങോട്ട് ഇരിക്കാമോ പ്ലീസ്? ഒന്ന് സഹായിച്ചെല്ലാവരും. ഇവിടെ ഫാമിലിയെല്ലാം കയറ്റി അങ്ങോട്ട് കയറിക്കാം. ബാക്കിലോട്ട് എല്ലാവരും ചേട്ടോ, എല്ലാവരും ബാക്കിലോട്ട് പോയി.